കുട്ടികളെ നമസ്കാരം. നല്ല കുട്ടികളായി നടക്കുന്നതിന് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങൾ വീണ്ടും വിസ്തരിക്കുകയാണ് ബാലോപദേശത്തിലെ അടുത്ത ശ്ലോകത്തിൽ. അതായത് 2-ാം ഖണ്ഡത്തിലെ 19-ാം ശ്ലോകത്തിൽ. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നടക്കണം, പിന്നെ പാപങ്ങൾക്ക് ദുരിതനിവൃത്തി വരുത്തിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ താപം വരും എന്നാണ് കവി പറയുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. പാപത്തിനോടലമകന്നു നടന്നിടേണം, ശാപത്തിനും വഴിവരുത്തരുതേതവനും, സ്വാപത്തിലും ദുരിത നിഷ്കൃതി ചെയ്യുക, തെല്ലും താപത്തിനെ കരുതു തന്നുടെ മാനസത്തെ. പാപത്തിനോട് അലം അകന്ന് നടന്നിടണം, ഏതവനും ശാപത്തിനും വഴിവരുത്തരുത്, സ്വാപത്തിലും ദുരിത നിഷ്കൃതി ചെയ്യുക, തന്നുടെ മാനസത്തെ താപത്തിന് തെല്ലും ഏകരുത് എന്നാണ് അന്വയം. പാപത്തിനോട്, ദുഷ്കർമ്മങ്ങളോട് അലം മതിയാകും വണ്ണം, വേണ്ടത്ര, അകന്ന അതായത് ദൂരെ മാറി, ഒഴിവാക്കിക്കൊണ്ട് നടന്നിടണം, നടക്കണം അർത്ഥം. അതായത് യാതൊരു വിധത്തിലും പാപവുമായി കൂട്ടുകെട്ട് പാടില്ല. പാപികളുമായി സംസർഗം, അവരെ സഹായിക്കൽ തുടങ്ങിയൊക്കെ പാപം തന്നെയാണ്. അതൊക്കെ ഒഴിവാക്കണം എന്ന് സാരം. പിന്നെ പറയാണ്, ഏതവനും യാതൊരാൾക്കും, അതായത് ഇന്നാളെന്നില്ല, അയാൾ അനുഗ്രഹനിഗ്രഹങ്ങൾക്ക് ശക്തനാണോ അല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാളോടും തന്നെ ശപിക്കാൻ ഉള്ള വഴി വരുത്തരുത് എന്നാണ്, അതിന് ഇടയുണ്ടാക്കരുത് എന്നാണ് പറയണത്. എപ്പോഴാണ് ഒരാൾ ശപിക്കുക പിരാകുക എന്താ വെച്ചാൽ അത് അവരെ അതൃപ്തിപ്പെടുത്തിയാൽ, അവർക്ക് അനിഷ്ടങ്ങൾ ചെയ്താൽ, അവരെ ഉപദ്രവിച്ചാലാണ് അവർ ശപിക്കുക. അപ്പം അങ്ങനെയുള്ളൊരു അവസരം ഉണ്ടാക്കരുത്. പറഞ്ഞാൽ മറ്റുള്ളവരോട് നന്നായി പെരുമാറുക, അവരെ മുഷിപ്പിക്കണ വിധത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ നമ്മിൽ നിന്ന് ഉണ്ടാവരുത് എന്ന് ചുരുക്കം. കവി തുടർന്ന് പറയുകയാണ്, സ്വാപത്തിലും, അതായത് ഉറങ്ങുമ്പോഴും ദുരിത നിഷ്കൃതി ചെയ്യുക ആണ്. ചെയ്ത പാപങ്ങൾക്കുള്ള പ്രതിവിധികളാണ് ഈ ദുരിത നിഷ്കൃതി. അത് കുറച്ച് അതിശോക്തിയായിട്ട് പറഞ്ഞതാണെങ്കിലും ഉണർന്നിരിക്കുമ്പോൾ എന്തായാലും വേണം എന്നുള്ള അത് വ്യക്തമായിട്ട് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് സ്വാപത്തിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പം പറ്റില്ലെങ്കിലും ഈ ഉണർന്നിരിക്കുമ്പോൾ എന്തായാലും വേണം എന്നുള്ള അർത്ഥം നമ്മൾ എടുക്കണം. പിന്നെ നമ്മൾ അറിയാതെ പല പാപങ്ങളും വരുത്തി വയ്ക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നടക്കുമ്പോൾ എറുമ്പനെയോ അല്ലെങ്കിൽ ചെറിയ പ്രാണികളൊക്കെ ചവിട്ടിക്കൊല്ലും. അടുപ്പ് കൂട്ടുമ്പോൾ അതിൽ ചില ചെറിയ ജന്തുക്കൾ, പ്രാണികൾ ഒക്കെ മരിച്ചു എന്ന് വരും. ചെയ്യാൻ പറ്റാത്ത തീയിൽ വന്ന് ചാടി ചാവുന്ന നമുക്ക് കാണാറില്ല. അതുപോലെ അടിച്ചു വാരുമ്പോൾ എറുമ്പോ ചില പുഴുക്കളോ ചിലത് ഇതൊക്കെ അവരെ ഉപദ്രവിക്കലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രായശ്ചിത്തം നമ്മൾ നിത്യേന ചെയ്യണം എന്നാണ് പഴയ ശിഷ്ടാചാരത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിൽ എപ്പോഴും ഒരു തോന്നലുണ്ടാവണം. നമ്മൾ അങ്ങനെ തോന്നലുണ്ടായാൽ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു എന്ന് തന്നെ വരാം എന്നർത്ഥം, പ്രായശ്ചിത്തം ചെയ്യുന്നതായിട്ട്. അപ്പോൾ എന്തായാലും ഉണർന്നിരിക്കുമ്പോൾ ദുരിതങ്ങൾക്ക് ദാനം, ഈശ്വരസേവ തുടങ്ങിയുള്ള ചെയ്ത് അതിന് ഒരു നിവൃത്തി വരുത്തണം എന്ന് ചുരുക്കം. അത് ചെയ്തില്ലെങ്കിൽ എന്താണെന്നാണ് പിന്നെ പറയുന്നത്. അതായത്
താപത്തിന്, ദുഃഖങ്ങൾക്ക്. താപത്രയം ഏതൊക്കെയാ? ആധ്യാത്മികം, ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ, തലവേദന, ഓരോരോ രോഗങ്ങൾ ഒക്കെ. ആദിഭൗതികം, പാമ്പ് കടിക്കുക, ആന കുത്തുക തുടങ്ങിയതൊക്കെ അതിൽ പെടും. ആദിദൈവികം, ഇടിവെട്ട്, ഭൂമികുലുക്കം, വെള്ളപ്പൊക്കം തുടങ്ങിയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, അതിൽ നിന്നുണ്ടാവുന്ന താപങ്ങൾ. അപ്പോൾ ഇത്തരം താപങ്ങൾ മനസ്സിനെ തളർത്തും. അപ്പോൾ സ്വന്തം മനസ്സിനെ ഇത്തരം താപങ്ങൾ കൊണ്ട് സങ്കടം, ചൂട് ഉണ്ടാക്കുന്നതാണല്ലോ താപം. അത് മനസ്സിനെ അങ്ങനെ വിഷമിപ്പിക്കരുത്. കാരണം മനസുഖം ഇല്ലെങ്കിൽ പിന്നെ ആയുസ്സും ആരോഗ്യവും ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ മനസ്സുഖം നമ്മൾ കളയരുത്. അതിനു വേണ്ടത് എന്താ വെച്ചാൽ ദുരിത നിഷ്കൃതി, പാപത്തിനെ കളയൽ, അത് ദാനം, ഈശ്വര സേവ കൊണ്ടൊക്കെ ചെയ്യുക. ഈ ദുഷ്കൃതി തന്നെ ചെയ്യാതിരിക്കാൻ പാപത്തിനോട് ഒരു വിധത്തിലുള്ള സമ്പർക്കവും ഇല്ലാതിരിക്കുക. അതാണ് വളരെ കാര്യകാരണസഹിതം യുക്തിപൂർവമാണ് ഒതുക്കി കവി നമ്മളെ പറഞ്ഞു തരുന്നത്. ചുരുക്കത്തിൽ പാപം ചെയ്യാതെ ഈശ്വര സേവ ചെയ്ത് മനസ്സിന് സംതൃപ്തി ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള ശ്രമം നടത്തണം. അത് എപ്പോഴും ബോധവന്മാരായിരിക്കണം എന്ന് നമ്മളെ മനസ്സിലാക്കി തരികയാണ് കവി ഈ ശ്ലോകം കൊണ്ട്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. പാപത്തിനോടലമകന്നു നടന്നിടേണം, ശാപത്തിനും വഴിവരുത്തരുതേതവനും, സ്വാപത്തിലും ദുരിത നിഷ്കൃതി ചെയ്യുക, തെല്ലും താപത്തിനേ കരുതു തന്നുടെ മാനസത്തെ. ഇവിടെ ശബ്ദാലങ്കാരം, ദ്വിതീയ തൃതീയ അക്ഷരങ്ങളുടെ ആവർത്തനം, പ്രാസഭംഗി നമ്മൾ കാണാതെ പോകരുത്. ഇത്ര മനോഹരമായുള്ള ഉപദേശം തരുമ്പോഴും അത് എത്ര ഉചിതമായി ഒതുക്കി ഭംഗിയോട് പ്രാസത്തോടു കൂടിയിട്ട് പറഞ്ഞു തന്ന കാര്യം നമ്മൾ കാണാതെ പോകരുത്. അത് കൂടി മനസ്സിരുത്തണം. ഇത്രയും ഇന്ന് പറഞ്ഞ് ഇവിടെ നിർത്താം. ബാക്കി കാര്യങ്ങൾ നാളെയോട്ടെ. എല്ലാവർക്കും നമസ്കാരം.